ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ധർമ്മനാകത്ത് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥയായിട്ടിരിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സുകന്യയുടെ ആ ഒരു സ്വഭാവവും സംസാരവും രീതികളും ഒന്നും ധർമ്മൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി ഉറങ്ങാൻ വരുമ്പോൾ തന്നെ മുറിയുടെ അളവെടുക്കലാണ് നമ്മുടെ സുകന്യയ്ക്ക് ജോലി. ആ സമയത്ത് ധർമ്മൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്തിനാ സുകന്യ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ധർമ്മേട്ടാ. വീട്ടിൽ മുറികളൊക്കെ കെട്ടുമ്പോഴേ നല്ല എയർ സർക്കുലേഷൻ വേണം, ഓക്സിജൻ വേണം, എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലപോലെ ശ്വസിക്കാൻ പറ്റൂ. ഇതിപ്പോൾ കുറച്ച് ചെറിയ മുറിയാണല്ലോ, 10ക്ക് 10 കാണുന്ന ഇപ്പോൾ ബാലേട്ടൻ പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ അളന്ന് നോക്കിയപ്പോൾ 8 ഉള്ളൂ. മുറിയൊക്കെ അളന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. നമ്മൾ വാസ്തുവും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം ധർമ്മേട്ട എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. എന്നിട്ടാണെങ്കിൽ ധർമ്മൻ എന്നോട് പറയണ്ടേ, എനിക്കിപ്പോൾ തന്നെ അതേ ഉറക്കം വരുന്നു. കാര്യം എന്താണെന്നറിയോ, ഈ റൂമിനകത്ത് വലിയ എയർ സർക്കുലേഷനോ ഒന്നുമില്ല, ഓക്സിജൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഈ കോട്ടുവായൊക്കെ വരുന്നത്. എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് ധർമ്മേട്ട, രാത്രിയാകുമ്പോഴേ എനിക്ക് ചിലപ്പോൾ കയ്യോ കാലോ എടുത്ത് ദേഹത്തിരുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് അതൊന്ന് സഹിച്ചേക്കണം കേട്ടോ. പിന്നെ അത് പോരാഞ്ഞിട്ട് ഇടയ്ക്ക് എന്നെ വിളിച്ചുണർത്തുകയൊന്നും ചെയ്യരുത്. ഉറക്കത്തിലെങ്ങാനും ഞാൻ ഉണർന്നു കഴിഞ്ഞാലേ ഭ്രാന്ത പോലെയാണ് ഞാൻ, ഭ്രാന്തിയെ പോലെ അങ്ങനെ ഞാൻ പെരുമാറിക്കളയും. ഓ അത് ശരി. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്കേ കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ ആദ്യം കല്യാണം കഴിഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയത് എവിടെയായിരുന്നു? കൃഷ്ണമംഗലത്ത്. അത് കഴിഞ്ഞ് നേരെ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നു. ഇനി നാളെ എങ്ങോട്ടാണാവോ എന്നെ കൊണ്ടുപോണത്? അല്ല സുകന്യ, അത് നമ്മുടെ വീട് ഇത് തന്നെയല്ലേ, നമുക്കിവിടെ താമസിച്ചാൽ പോരെ? അതെ, പക്ഷേ എനിക്ക് തോന്നണു ഇനി ഇവിടുന്ന് പോവേണ്ടി വരുമെന്നാ. അങ്ങനെയൊന്നുമില്ല, ഇവിടെ തന്നെ നമ്മൾ താമസിക്കും എന്ന് പറയുമ്പോൾ ഉടനെ സുകന്യ പറയണം, ധർമ്മേട്ടാ നമുക്കേ ഹണിമൂണിന് പോകണം. ഹണിമൂണോ? പിന്നെ നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലേ, ഹണിമൂണിന് പോകണ്ടേ? അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? അതൊന്നും പോരാ, നാളെ തന്നെ പോകണം. നാളെയാ? ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് ഹണിമൂണിന് പോകണം. നാളെ തന്നെ പോകണം എനിക്ക്. പിന്നെ കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട, എനിക്ക് നാളെ തന്നെ പോയേ പറ്റൂ. അല്ലാതെ കല്യാണം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടല്ല ഹണിമൂണിനൊക്കെ പോവേണ്ടത്. കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് ഹണിമൂണിന് പോവേണ്ടത്. എന്നാലും പെട്ടെന്ന് എങ്ങനെയാണ് സുകന്യ ഇവിടെ എല്ലാവരോടും? അതിനിപ്പോൾ എന്താ കുഴപ്പം? എനിക്കതൊന്നും അറിയണ്ട. നാളെ രാവിലെ എല്ലാം തീരുമാനിച്ച് റെഡിയാക്കിക്കൊള്ളണം. അപ്പോൾ ധർമ്മനാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായി. അതെല്ലാം കഴിഞ്ഞു അവരുറങ്ങാൻ കിടക്കാണ്. അപ്പുറത്തെ റൂമിൽ നമ്മുടെ മിത്ര ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ചെന്ന് ചോദിക്കുകയാണ്, എന്താടി നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ? ഞാൻ നമ്മളിവിടെ വന്ന പുതിയ ചേച്ചിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. എന്താ കാര്യം? അല്ല, ചേച്ചിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ ഒരു വശപിശക്ക് തോന്നുന്നു. എന്ത് വശപിശക്ക്? ഒന്നുമില്ല, അതൊക്കെ നിൻ്റെ തോന്നല. അങ്ങനെയല്ല ആര്യ, പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങളുടെ സ്വഭാവം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ ഈ വീട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ ഈ വിവാഹം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, ചേച്ചിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആര്യം പറയാം, ശരി ആയിക്കോട്ടെ, അത് പതിയെ പതിയെ മാറി വരും. പുതിയ വീടല്ലേ, വന്ന് കയറിയതല്ലേ ഉള്ളൂ. പക്ഷേ നീ എൻ്റെ ഈ സംശയം ഒന്ന് വേറെ ആരോടും ഇവിടെ പോയി പറഞ്ഞിരിക്കരുതേ. പിന്നെ അത് മതി, ഒന്ന് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടായി എന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ല. അത് ആര്യം പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഞാനൊന്നും പറയാനായിട്ട് പോകുന്നില്ല. എൻ്റെ മനസ്സിലെ സംശയം ഞാൻ ആര്യനോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. മതി, നാളെ രാവിലെ പ്രാക്ടീസ് ഉള്ളതാണേ. പിന്നെ അതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ രാവിലെ അലാറം വെച്ചിട്ട് 5 മണിക്ക് വിളിക്കും. ശരി, നാളെ പോണോ ആര്യ? പോണം. ഒരു ദിവസം പോലും നമ്മൾ മുടക്കാൻ പാടില്ല, പോയേ പറ്റൂ. ശരി. അങ്ങനെ അവർ കിടക്കുകയാണ് കേട്ടോ. ആ രാത്രി മിത്ര പെട്ടെന്ന് സ്വപ്നം കാണുന്നുണ്ട്. അയ്യോ നേരം ഒരുപാടായി. അങ്ങനെ മിത്ര നല്ല ഉറക്കത്തിലാണ്. ആര്യൻ ചാടി എണീറ്റ് മിത്രയെ വിളിച്ചിട്ട് മിത്ര എണീക്കുന്ന പോലുമില്ല. അങ്ങനെ ജഗ്ഗിലിരുന്ന് വെള്ളം എടുത്തും മിത്രയുടെ മുഖത്തേക്ക് തളിക്കാം. മിത്ര ചാടി എണീക്കണോണ്ട്, എന്താ ആര്യ ഇത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് കണ്ണ് തുറക്കുമ്പോൾ ഇരുട്ടാട്ടോ ചുറ്റും. സ്വപ്നം കണ്ടതാണ്. അന്നേരം നോക്കുമ്പോൾ ആര്യ നല്ല ഉറക്കം. അപ്പം മിത്ര പതിയെ അടുത്ത് പോയി ഒരു കുസൃതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവർ തിരുവനന്തപുരത്ത് പോയപ്പോൾ ആ ഹോട്ടൽ റൂമിൽ കിടന്ന സമയത്ത് ആര്യൻ മിത്രയുടെ നെറ്റിയിൽ മിത്ര അറിയാണ്ടൊരു ഉമ്മ കൊടുത്തില്ലേ. എന്നിട്ട് മിത്ര പലതവണ ചോദിക്കുന്നുണ്ട്, എന്നെ ഉമ്മ വെച്ചോന്ന്. പക്ഷെ അന്ന് ആര്യം സമ്മതിച്ചില്ല. എന്നാൽ പിന്നെ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തേക്കാമെന്നും പറഞ്ഞ് ആര്യൻ നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയത്ത് മിത്രയും ആര്യനൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നെറ്റിയിൽ. അപ്പോൾ ആര്യൻ പെട്ടെന്ന് അങ്ങോട്ട് ഉണർന്നതുപോലെ തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പം അത് കാണുമ്പോൾ മിത്രയ്ക്ക് പെട്ടെന്ന് ഒരു പേടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ആര്യൻ അറിഞ്ഞു കാണോ എന്ന്. പക്ഷേ അത് കഴിഞ്ഞ് കട്ടിലിൽ നിന്ന് ഇറങ്ങി ആര്യൻ്റെ അടുത്തേക്ക് തന്നെയാണ് മിത്ര കിടക്കുന്നത് കേട്ടോ. പക്ഷേ ആര്യൻ ഇതൊക്കെ ചെറുതായിട്ടൊക്കെ അറിയുന്നുണ്ട്, ഒന്നും പുറമേ കാണിക്കില്ല. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും കൂടെ ഹാളിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ബാലേട്ടനും അതുപോലെ ഗോമതിയും മിത്രയും ഒക്കെ ഉണ്ട് അവിടെ. ആ സമയത്ത് ധർമ്മൻ അങ്ങോട്ട് വരുക കേട്ടോ. ധർമ്മ, എന്താടാ നിനക്ക് സുഖമാണല്ലോ, എന്തൊക്കെയുണ്ട്? അപ്പോൾ അതിനു മുമ്പേ ധർമ്മൻ അങ്ങോട്ട് പറയാം, അത് അളിയ എന്താ നീ പറയാൻ വരുന്നത്? അതെനിക്കൊരു കാര്യം പറയണം.
ഓ എനിക്ക് മനസ്സിലായി, ഇന്ന് ഗോമതി സ്റ്റോറിലേക്ക് ഞാൻ വരുന്നില്ല, എനിക്ക് ലീവ് വേണം, ഇങ്ങനെയല്ലേ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? അയ്യോ അളിയ അതൊന്നും അല്ല. പിന്നെന്താ? അത് പറഞ്ഞോ, നിനക്ക് എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോ. അപ്പോഴെനിക്ക് മറ്റേടത്ത് പോകണം. എവിടെ പോകണമെന്ന്? അല്ല മറ്റേ സ്ഥലത്തെ അവിടെ പോകണം. എവിടെ പോകണമെന്ന് പറ. അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ ധർമ്മനെ എടുത്തിട്ട് കളിയാക്കാൻ തുടങ്ങിയിട്ടോ. ധർമ്മന് ഹണിമൂണിന് പോകണമെന്ന് പറയാനായിട്ട് ഒരു ചമ്മലാവുകയാണ്. അപ്പോൾ ആര്യനൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തേ എവിടെയെങ്കിലും കറങ്ങാൻ പോകണോ ഭാര്യേനെയും കൂട്ടി? അതാണോ? എടാ അതുപോലെ വേറൊന്നുണ്ടല്ലോ. അപ്പം ഇത്രയും ആനന്ദമൊക്കെ ആലോചിക്കുകയാണ്. എന്താണ് ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. എവിടെ പോണ കാര്യമാടാ നീ പറയുന്നത്? അത് പിന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നേരെ അങ്ങോട്ട് നമ്മുടെ സുകന്യ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുകന്യ അങ്ങ് എടുത്തടിച്ചുപോലെ പറയുന്നുണ്ട്, ഹണിമൂണിന് പോകണം. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കട്ടെ, ഹണിമൂണോ? അപ്പോൾ തന്നെ ഇവിടെ ബാലൻ ചോദിക്കുന്നുണ്ട്, ഓ ഇതായിരുന്നോ കാര്യം? ഇതിന് ഇത്രയ്ക്ക് പറയാനെടുക്കാനുണ്ടായിരുന്നോടാ? നിന്നെ നാണം നിനക്കങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു വന്നോടനെ തന്നെ? ഓ എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളായിരുന്നു ഇവിടെ. അല്ല അളിയ അത് പോട്ടെ, അതൊക്കെ പോട്ടെ. നിനക്ക് എവിടെയാണ് പോവേണ്ടത്? അത് എനിക്ക് എന്ന് പറയണതിന് മുന്നേ ആ കുട്ടി അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, എനിക്ക് തേക്കടി പോകണം. ഊട്ടിയിലോ കൊടൈക്കനാലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ പോരെ എന്ന് ആനന്ദൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതൊന്നും പറ്റത്തില്ല, എനിക്ക് തേക്കടി തന്നെ പോകണം. തേക്കടി ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അവിടെ തന്നെ പോകണം. ഭയങ്കര ദേഷ്യത്തിലിങ്ങനെ പറയാം. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ അവസാനം ശരി സമ്മതിച്ചു കൊടുക്കാന്നുള്ള രീതിയിലാകുമ്പോൾ ധർമ്മനും ഒരു ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ തന്നെ ഗോമതി ചോദിക്കുന്നുണ്ട്, ധർമ്മ നിനക്ക് എവിടെയാണ് പോവേണ്ടത്? എന്താ ആഗ്രഹം ചോദിക്കുമ്പോൾ ധർമ്മം വാ തുറക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അതിന് മുന്നേ വീണ്ടും സുകന്യ പറയാം, തേക്കടി മാത്രം മതി. എന്നാൽ തേക്കടി തന്നെ പോവാം എന്ന് ധർമ്മന് സമ്മതിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവരങ്ങ് അകത്തേക്ക് എത്രയും വേഗം എന്നാ പോവേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ? അത് ഉടനെ സുകന്യ പറയാം, നാളെ തന്നെ പോകണം. അതേയോ ഇത്ര പെട്ടെന്നോ? ഇനി വെച്ച് നീട്ടാനൊന്നും പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഏത് ഹോട്ടലിൽ തങ്ങണം, എങ്ങനെ താമസിക്കണം, എവിടെ പോകണം, ഇതൊന്നും നിങ്ങളാരും തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് പോകാനുള്ള ഏർപ്പാട് മാത്രം ചെയ്തു തന്നാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ എന്നും കൂടെ സുകന്യ തീർത്തങ്ങ് പറയാം. ധർമ്മനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അങ്ങനെ സുകന്യ അകത്തേറി പോകുമ്പോൾ ബാലൻ പറയണ്ട, ശരി ആയിക്കോട്ടെ, അതുമാത്രമല്ല ഇവിടുന്ന് ഞാനൊരു ടാക്സി പിടിച്ച് തരാം, അത് നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്താ ചെയ്യാം. പിന്നെ ധർമ്മ അത്യാവശ്യമുള്ള കാശ് നിൻ്റെ കയ്യിൽ ഞാൻ തന്നു വിടാം, പിന്നെ അത് തികഞ്ഞില്ലെങ്കിൽ നീ എന്നെ വിളിച്ച് പറയണം, ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര അകത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ. അപ്പോൾ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ക്രിസ്മസ് ട്രീയും ഒരുക്കങ്ങളും ഒക്കെ വീടുകളിൽ നടത്തുമ്പോൾ അതിനൊരു മത്സരം വെക്കുന്നുണ്ട് റെസിഡൻസ് അസോസിയേഷൻ. അപ്പോൾ അതിൻ്റെ ചർച്ചയിലാണ് ഇവരെല്ലാവരും. അപ്പോൾ ബാലൻ വരുമ്പോഴത്തേക്കും പറയണ്ട, എന്തായാലും ബാലേട്ടനോട് ആലോചിച്ചിട്ട് നമുക്ക് മത്സരത്തിൽ ചേരണോ വേണ്ടേന്ന് തീരുമാനിക്കാം. ബാലനും അങ്ങ് സമ്മതിക്കാം കേട്ടോ. ശരി, എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സന്തോഷമല്ലേ വലുത്, നമുക്കെന്നാ മത്സരത്തിൽ പങ്കുചേരാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, റെസിഡൻസിൻ്റെ മത്സരമാകുമ്പോൾ കൃഷ്ണമംഗലത്തുകാരും എന്തായാലും മത്സരിക്കാൻ തയ്യാറാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് പ്രശ്നത്തിലെത്തൂലേ? അങ്ങനെ അതൊന്നും കുഴപ്പമില്ല, അവർ മത്സരിച്ചോട്ടെ, നമുക്ക് ഫസ്റ്റ് വാങ്ങണം, നമ്മളിതിൽ പങ്കെടുത്തേ പറ്റൂ, നമുക്ക് 2 ടീമായിട്ട് തിരിയാം. ഞാൻ അപ്പം മീനാക്ഷിയും ഇത്രയും കൂടെ പറയാം, മീനാക്ഷി ചേച്ചിയും ഞാനും ഒരു ടീം, ബാക്കി നിങ്ങളെല്ലാവരും ഒരു ടീം, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ 2 ഇതായിട്ട് നമുക്ക് ഉണ്ടാക്കാം. എന്തായാലും പ്രൈസ് കിട്ടും, നമ്മൾ തന്നെ പ്രൈസ് വാങ്ങിച്ചിരിക്കണം. അപ്പോൾ ഉടനെ ഗോമതി ഇരുന്ന് പറയുന്നുണ്ട്, ഈ സന്തോഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ ദേവി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. അപ്പോൾ മീനാക്ഷിയും ഇത്രയും പറയുന്നുണ്ട്, ദേവി ചേച്ചിയുടെ അമ്മയ്ക്ക് കൈ വയ്യാഞ്ഞിട്ടല്ലേ, അത് കഴിയുമെങ്കിൽ വരുമല്ലോ, അത് ശരിയാ, എന്നാലും അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് മാറി ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കുക കേട്ടോ നമ്മുടെ സുകന്യ. എന്നിട്ട് മനസ്സിലാലോചിക്കുകയാണ്, അത് ശരി, ഇത്രയും കാര്യങ്ങളും സംസാരങ്ങളും ഇവിടെ നടന്നിട്ട് എന്നെ കൂട്ടാക്കുന്നില്ല. ഇപ്പം തന്നെ ടീം തിരിച്ചപ്പോൾ കണ്ടില്ലേ, മീനാക്ഷിയും ഇത്രയും ഒറ്റക്കെട്ട്, ബാക്കി എല്ലാവരും വേറൊരു കെട്ട്, ഇതിലെവിടെയെങ്കിലും എൻ്റെ പേര് പറഞ്ഞോ കണ്ടോ? അപ്പോൾ ഞാൻ പുറമ്പോക്ക്, വെളിയിൽ നിന്ന് വന്ന ഒരുത്തി ആയതുകൊണ്ടാണല്ലോ എന്നെ ഇവരുടെ കൂടെ കൂട്ടാത്ത അല്ലേ എന്നിങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പുറത്ത് നിന്നാണ് ബാലൻ പറയേണ്ടത്, നമുക്ക് എന്താ ഈ മത്സരത്തിൽ ജയിക്കും, ദേവമംഗലത്തുകാർ ജയിക്കും എന്നുള്ള ഉറപ്പാണ്. ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ മത്സരം നടക്കുമ്പോൾ ക്രിസ്മസ് ട്രീയുടെ ഈ മത്സരം, പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന ഈ മത്സരം നമ്മൾ തന്നെ ജയിച്ചിരിക്കും, നോക്കിക്കോ. അപ്പോൾ നമ്മുടെ സുകന്യ വകത്തെന്ന് കാണിച്ചു തരാം എല്ലാത്തിനും. അങ്ങനെ ഇപ്പോൾ വിട്ടാൽ പറ്റില്ലല്ലോ, അങ്ങനെ ആരും നല്ലതാവേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ സുകന്യ പറയാൻ, ജയിക്കണമല്ലോ നിങ്ങൾക്ക്, ഞാൻ കാണിച്ചു തരാം ജയവും വിജയമൊക്കെ എന്നും മനസ്സിലാലോചിക്കാം. എന്നിട്ട് ഇവൾ നേരെ കൃഷ്ണമംഗലത്തേക്ക് പോവാട്ടോ. അവിടെ ചെന്ന് രാജശ്രീ ആൻറ്റി ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം രാജശ്രീയുടെ ബന്ധുവാണല്ലോ.
അവിടെ അച്യുതനോടാണ് ചോദിക്കുന്നത്. അച്യുതനും അലോകും കൂടെ എവിടെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. അച്യുതേട്ടാ, രാജശ്രീ ചേച്ചി ഇവിടെ ഇല്ലേ? ഫോണിൽ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഓ, രാജശ്രീ ഇവിടെ ഇല്ലല്ലോ. അവള് നന്ദിതേട്ടതിയും ഇല്ല, രണ്ടുപേരും കൂടെ മൂകാംബികയ്ക്ക് പോയിക്കുകയാണ്. ഓ, അത് ശരി. എന്താ മോളെ, എന്താ കാര്യം? എന്തെങ്കിലും അവരോട് പറയാനുണ്ടോ? ആ, പറയാനുണ്ട്. എന്താ പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അച്യുതനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുണ്ട് ഈ ഒരു സുകന്യ. അപ്പം തന്നെ അച്യുതൻ്റെ ദുഷ്ട മനസ്സാണല്ലോ അയാൾ വിചാരിക്കുന്നുണ്ട്. അത് ശരി, അപ്പോൾ കൃഷ്ണമംഗലത്തുകാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പുൽക്കൂട് മത്സരമായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയല്ലേ? കാണിച്ചു കൊടുക്കാം. എടാ അലോകെ, നമുക്കും ഇതിൽ മത്സരത്തിൽ പങ്കെടുക്കണം. എന്നിട്ട് അവരെ തോൽപ്പിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. കൃഷ്ണമംഗലത്തുകാർ തന്നെ ജയിക്കണം. നമ്മൾ തന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാനുണ്ട് സുകന്യ ഉണ്ടല്ലോ. സുകന്യെ, നീ നമ്മളെ സഹായിക്കണം. എങ്ങനെയാണ് അച്യുതേട്ടാ ഞാൻ സഹായിക്കേണ്ടത് എന്ന് സുകന്യ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ അച്യുതൻ ആ കാര്യങ്ങൾ സുകന്യയുടെ കാതിലേക്ക് പറഞ്ഞു കൊടുക്കാനാണ് എപ്പിസോഡ് തീരുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്